എല്ലാവർക്കും നമസ്കാരം. എപ്പോഴാണ് ഒരാൾക്ക് സംതൃപ്തിയോടെ സന്തോഷിക്കാൻ കഴിയുന്നത്? ഒന്ന്, ജീവിതത്തിൻ്റെ സൗന്ദര്യം നമ്മൾ കണ്ടെത്തുമ്പോൾ. രണ്ട്, ജീവിക്കുന്ന ഓരോ നിമിഷവും നന്ദിയോടെ ജീവിക്കുമ്പോൾ. ഇല്ലായ്മകളിലും പ്രതിസന്ധികളിലും ഒക്കെ പരാതിപ്പെട്ട് പരിഭവപ്പെട്ട് നമുക്കിങ്ങനെ ജീവിക്കാം. എന്നാൽ ജീവിതം നമുക്ക് മുമ്പിൽ ഒരുക്കുന്ന സൗന്ദര്യാത്മകമായ എത്രയോ നിമിഷങ്ങളും എത്രയോ കാര്യങ്ങളും ഉണ്ടെന്നറിയാമോ? അവയെ കണ്ടെത്തി സന്തോഷിക്കാൻ കഴിയുന്നത് ശരിക്കും ഒരു പുണ്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. അതുകൊണ്ട് ആ നിമിഷങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എലനോർ റൂസ്വെൽറ്റ് എഴുതുന്നു, എൻകറേജസ് ഫൈൻലി ജോയ് ഇൻ നേച്ചർ ആൻഡ് സിമ്പിൾ തിങ്സ്. ഈ പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന എല്ലാ സാധ്യതകളിലും സന്തോഷം കണ്ടെത്തുവാനും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ആനന്ദിക്കുവാനും നമുക്ക് സാധിക്കണം. മറിയം ക്രിസ്തുവിനെ ഗർഭത്തിൽ പേറുന്ന കാലം ഒരുപക്ഷെ അത് പ്രതിസന്ധിയുടേതും വിമർശനങ്ങളുടെയും പരിഹാസത്തിൻ്റെ ഒക്കെ ഒരു കാലമാണ്. അതിൻ്റെ നടുവിലും അവൾ ആനന്ദത്തോടെ പാട്ടുപാടുന്നുണ്ട്. വൃദ്ധയായ എലിസബത്ത്, അവളുടെ ഗർഭകാലം, പ്രായത്തിൻ്റെ പ്രതിസന്ധി, ഗർഭത്തിൻ്റെ അസ്വസ്ഥതകൾ, അതിൻ്റെ നടുവിലും അവൾ സന്തോഷം കണ്ടെത്തി പാട്ടുപാടുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കുന്നത് എന്താ? തിരമാല ഒഴിഞ്ഞിട്ട് കടലിലിറങ്ങാൻ ശ്രമിക്കുന്നവരെ പോലെയാണ് നമ്മൾ. പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ മാറിയിട്ട് സന്തോഷിക്കാൻ കാത്തിരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്കതിന് കഴിയില്ല. റിജോയ്സ് ഇൻ ദ ലോർഡ്. ഓരോ ഭക്തനും കർത്താവിൽ സന്തോഷം കണ്ടെത്തണം. ഒരു ചിന്തകൻ എഴുതുന്നു, keen appreciation for yourself, others, your abundance and the beauty around you. നിനക്ക് നിന്നിൽ സന്തോഷിക്കാൻ കഴിയണം, മറ്റുള്ളവരിൽ സന്തോഷിക്കാൻ കഴിയണം, ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കാൻ കഴിയണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന ആ ലോകത്തിൻ്റെ സൗന്ദര്യത്തിൽ നമുക്ക് ആനന്ദം കണ്ടെത്തുവാൻ കഴിയണം. എന്നിട്ട് ദൈവത്തോട് നന്ദിപൂർവ്വം പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ ജീവിതം തന്നതിനായിട്ട് സ്തോത്രമെന്ന്. പ്രിയപ്പെട്ടവരെ, പരിഭവങ്ങൾ തളച്ചിടാനുള്ളതല്ല നമ്മുടെ ജീവിതം. കർത്താവിൽ ആശ്രയം കണ്ടെത്തുവാനും ജീവിതത്തിൽ സന്തോഷിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഈ ജീവിതം അതിശയകരമാണ്. ഈ ജീവിതം ദൈവത്തിൻ്റെ വഴി നടത്തിപ്പാണ്. ഈ ജീവിതം ദൈവം സ്നേഹം കൊണ്ട് പൊതിയുന്നതാണ്. അതിൽ സന്തോഷിപ്പാൻ, കർത്താവിൽ ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. മറ്റുള്ളവരെ ഓർത്ത് ദൈവസന്നിധിയിൽ അവരുടെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം അർപ്പിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ. ഈ പ്രപഞ്ചം ഒരുക്കുന്ന സാധ്യതകളെയും നന്മകളെയും കണ്ടത് അതിൻ്റെ സൗന്ദര്യത്തിൽ സന്തോഷിക്കുവാൻ കൃപയരുളണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.